ನಮಸ್ಕಾರ. ಕೆಸಿಎನ್ ಜಿಲ್ಲಾ ವಾರ್ತೆಗಳಿಗೆ ಸ್ವಾಗತ. ಮೊದಲಿಗೆ ಮುಖ್ಯಾಂಶಗಳು. ಬಾಲಕನ ಮೇಲೆ ಮಲತಂದೆ ಅಮಾನುಷವಾಗಿ ಥಳಿಸಿದ್ದ ಘಟನೆಯಲ್ಲಿ ಪೊಲೀಸರ ವಿರುದ್ಧ ತಂದೆಯ ಆರೋಪ. ಪ್ರಕರಣ ಕೈಗೆತ್ತಿಕೊಂಡ ಮಕ್ಕಳ ಹಕ್ಕುಗಳ ಆಯೋಗ. ವಿಧಾನಸಭಾ ಚುನಾವಣೆಯೊಂದಿಗೆ ಹೊರಬರುತ್ತಿರುವ ಸಮೀಕ್ಷೆಗಳು ತಿರುಚಲ್ಪಟ್ಟಿವೆ. ಎಸ್ಡಿಪಿಐ ಮತಬೇಡ ಎನ್ನುವುದು ಯುಡಿಎಫ್ ತೆಗೆದುಕೊಂಡ ನಿರ್ಧಾರ. ಅದರಲ್ಲಿ ಯಾವುದೇ ಬದಲಾವಣೆ ಇಲ್ಲ. ವಿರೋಧ ಪಕ್ಷದ ಮುಖಂಡ ವಿಡಿ ಸತೀಶನ್ ಹೇಳಿಕೆ. ನಡೆಯಿತು ಮಾನವ ಸೌಹಾರ್ದತೆಯ ಸಂದೇಶ ಸಾರುವ ಆಲಿಚಾಮುಂಡಿ ದೈವದ ನೇಮ. ಆರಿಕಾಡಿ ಪಾರೆಸ್ಥಾನ ಪಾರೆ ಶ್ರೀ ಭಗವತಿ ಆಲಿಚಾಮುಂಡಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಕಳಿಯಾಟ ಮಹೋತ್ಸವದ ಅಂಗವಾಗಿ ಐತಿಹಾಸಿಕ ಪ್ರಸಿದ್ಧ ಪೈಕ ಮನವಾಟಿ ಬಿವಿ ಮಕಾಂ ಉರೂಸ್ ಅದ್ದೂರಿಯ ಚಾಲನೆ. ಉರೂಸ್ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ಜೆಪಿ ಅಬ್ದುಲ್ಲಾ ಧ್ವಜಾರೋಹಣದೊಂದಿಗೆ ಉರೂಸ್ ಉದ್ಘಾಟನೆ. ಕೇರಳ ವಿಧಾನಸಭಾ ಚುನಾವಣೆಯ ಕಾವು ಏರುತ್ತಿದ್ದಂತೆ ಗಡಿನಾಡು ಮಂಜೇಶ್ವರದಲ್ಲಿ ಈ ಬಾರಿ ಕುತೂಹಲದ ರಾಜಕೀಯ ಚಿತ್ರಣ. 2006ರ ಚುನಾವಣಾ ಫಲಿತಾಂಶ ಮರುಕಳಿಸುವ ಮುನ್ಸೂಚನೆಗಳು. ವಾರ್ತೆಗಳು ವಿವರವಾಗಿ. ಕಾಸರಗೋಡಿನಲ್ಲಿ 5 ವರ್ಷದ ಬಾಲಕನ ಮೇಲೆ ಮಲತಂದೆ ಅಮಾನುಷವಾಗಿ ಥಳಿಸಿದ್ದ ಘಟನೆಯಲ್ಲಿ ಪೊಲೀಸರ ವಿರುದ್ಧ ಕುಟುಂಬದಿಂದ ಆರೋಪ. ಆರೋಪಿಯ ಮೇಲೆ ದುರ್ಬಲ ಸೆಕ್ಷನ್ ವಿಧಿಸಲಾಗಿದ್ದು ಜಾಮೀನು ನೀಡಲಾಗುತ್ತಿದೆ ಎಂದು ದೂರು ಕೇಳಿಬರುತ್ತಿದೆ. ಪೊಲೀಸರು ಕೂಡ ಪ್ರಕರಣವನ್ನು ಇತ್ಯರ್ಥಗೊಳಿಸಲು ಪ್ರಯತ್ನಿಸುತ್ತಿದ್ದಾರೆ ಎಂದು ಬಾಲಕನ ತಂದೆ ಆರೋಪಿಸಿದ್ದಾರೆ. ಮಕ್ಕಳ ಹಕ್ಕುಗಳ ಆಯೋಗವು ಈ ಘಟನೆಯಲ್ಲಿ ಸ್ವಯಂ ಪ್ರೇರಿತವಾಗಿ ಪ್ರಕರಣ ದಾಖಲಿಸಿದೆ. ಮಕ್ಕಳ ಹಕ್ಕುಗಳ ಆಯೋಗದ ಅಧ್ಯಕ್ಷ ಅಡ್ವೊಕೇಟ್ ಮನೋಜ್ ಕುಮಾರ್ ಅವರು ಜಿಲ್ಲಾ ಮಕ್ಕಳ ರಕ್ಷಣಾ ಅಧಿಕಾರಿಗೆ ಘಟನೆಯ ಕುರಿತು ವಿವರವಾದ ವರದಿಯನ್ನು ಸಲ್ಲಿಸುವಂತೆ ಆದೇಶ ನೀಡಿದ್ದಾರೆ. ವಿದ್ಯಾನಗರ ಪೊಲೀಸ್ ಠಾಣಾ ವ್ಯಾಪ್ತಿಯಲ್ಲಿ 6 ವರ್ಷದ ಬಾಲಕನನ್ನು ಮಲತಂದೆ ಕ್ರೂರವಾಗಿ ಥಳಿಸಿದ ಘಟನೆಯಲ್ಲಿ ಪೊಲೀಸರ ವಿರುದ್ಧ ತಂದೆ ಗಂಭೀರ ಆರೋಪ ಮಾಡಿದ್ದಾರೆ. ಆರೋಪಿಯ ವಿರುದ್ಧ ಪೊಲೀಸರು ದುರ್ಬಲ ಸೆಕ್ಷನ್ಗಳನ್ನು ದಾಖಲಿಸಿದ್ದು, ಇದರಿಂದ ಆರೋಪಿಗೆ ಜಾಮೀನು ಸಿಗಲು ಸಾಧ್ಯವಾಗಿದೆ ಎಂದು ಬಾಲಕನ ತಂದೆ ಆರೋಪಿಸಿದ್ದಾರೆ. ಬಾಲಕನಿಗೆ ತೀವ್ರ ಚಿತ್ರಹಿಂಸೆ ನೀಡಲಾಗಿದೆ ಎಂದು ಪೊಲೀಸರಿಗೆ ಪ್ರಸ್ತುತಪಡಿಸಿದ ದೃಶ್ಯಗಳಿಂದ ಇದು ಸ್ಪಷ್ಟವಾಗುತ್ತದೆ. ಬಾಯಿಯಲ್ಲಿ ಬಟ್ಟೆ ತುರುಕಿ ಥಳಿಸಲಾಗಿದೆ ಎಂದು ಮಗು ಪೊಲೀಸರಿಗೆ ದೂರು ನೀಡಿದೆ. ತಾಯಿಯ ಅರಿವಿನಿಂದಲೇ ಥಳಿಸಲಾಗಿದೆ ಎಂದು ತಂದೆ ಆರೋಪಿಸಿದ್ದಾರೆ. ಪೊಲೀಸರು ಪ್ರಕರಣವನ್ನು ഇത്യർത്ഥಪಡಿಸಲು പ്രയത്നിಸುತ್ತಿದ್ದಾರೆ ಎಂದು ತಂದೆ അളಲು തോടിക്കൊണ്ടിದ್ದಾರೆ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്ത് കംപ്ലയിൻ്റ് സ്വീകരിച്ചിന്. പക്ഷേ പരാതി കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. കുഞ്ഞിൻ്റെ മൊഴിയൊന്നും എഴുതിയിട്ടില്ല. കുഞ്ഞിന് നല്ല മൊഴിയെല്ലാം കൊടുത്തായിരുന്നു. മൊഴിയും കാര്യങ്ങളല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വായിൽ തുണി തള്ളിയിട്ട് അടിക്കുന്ന വീഡിയോസ് അടക്കം കാണിച്ചു കൊടുത്തിട്ടും പോലും പോലീസുകാർ അതിനുള്ള വകുപ്പ് എഴുതിയിട്ടില്ല. എന്നോട് പറഞ്ഞതും പോലീസുകാർ ഇതേ വാക്ക്, കേസും കാര്യത്തിനൊന്നും പോകണ്ട, അവരെല്ലാം വലിയ പിടിപാടുള്ള ആൾക്കാരാണ്, നീ തീർത്തിട്ട് കുട്ടികളും കൂട്ടിയിട്ട് നീ പോയിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, എനിക്ക് കേസും വഴിയിലേ പോകാൻ പറ്റുമോ. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചോദിച്ചു. SI അനൂപ് സാർ എന്ന് പറയുന്ന സാറ്. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കുട്ടീൻ്റെ മൊഴി എഴുതാത്ത അവർക്ക് തോന്നുന്ന FIR എഴുതിയിട്ട് കേസെടുത്തു. അവന് ജാമീനും കിട്ടി. ജാമ്യം കിട്ടാൻ വകുപ്പൊന്നുമില്ല. അവൻ്റെ മുഖം കണ്ടാലും അവൻ്റെ ശരീരം കണ്ടാലും പോലും അറിയാം ഒരു ജാമ്യം കിട്ടേണ്ട വകുപ്പേ അല്ല. അതുകൊണ്ട് മനസ്സ് നല്ലോണം വേദനയുണ്ട്. അതുപോലെ ഇപ്പോൾ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും വധശ്രമത്തിന് ഇതുണ്ട്, ഭീഷണിയുണ്ട്. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമില്ല, മരണം വരെ ഞാൻ പോരാടും. ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പോരാടും. എൻ്റെ തീരുമാനം എൻ്റെ കുഞ്ഞിക്ക് നീതി കിട്ടണം. ഇത്ര ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചിട്ട് അവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുഞ്ഞിന് പുറത്ത് നടക്കാൻ പറ്റില്ല. ഒരു സ്കൂളിൽ പോകാനും പറ്റില്ല. ഒരു സ്കൂളിലൊക്കെ ചേർത്തിട്ട് ഞാൻ സ്കൂളിലൊക്കെ വിട്ടാനും പോലും എനിക്ക് പേടിയാണ് കുഞ്ഞിനെ. എന്തായാലും അവന് കൊല്ലുമെന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ട്. മറ്റു കുറേ മൊഴി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. മൊഴി എടുത്തെടുത്ത് പറഞ്ഞത്, കുഞ്ഞിനെ അടിക്കുന്ന സമയത്ത് വായിൽ തുള്ളി തള്ളിയിട്ട് അടിക്കും. അടിച്ചതിന് ശേഷം ഐസിൻ്റെ കട്ട എടുത്തിട്ട് മുഖത്ത് വെച്ചിട്ട് അതിനെ ഇതാക്കാൻ പറ്റും നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കും. വീഡിയോസിലെല്ലാം മൊത്തം കാണുന്നുണ്ട്. അയൽവാസികളും ഇതെല്ലാം കൊടുത്തത് ക്വാർട്ടേഴ്സിലുള്ളവരെല്ലാം. ഉമ്മ കൂടെ ഉണ്ട്. ഉമ്മ എന്ന് പറഞ്ഞാൽ കുട്ടിയെ അടിക്കുന്ന സമയത്ത് പുറത്ത് പോയിട്ട് ലോക്ക് ഇട്ടിട്ട് നിൽക്കും. വേറെ 2 കുട്ടികളും ഉണ്ട് എൻ്റെ. ആ 2 കുട്ടികളെ വേറെ ഒരു റൂമിലിട്ടിട്ട് പൂട്ടും. ഇവൾ പോയിട്ട് പുറത്ത് വെക്കും. മൊത്തം പെൺകുട്ടികളെ ഉപദ്രവിച്ചാൽ ഇല്ലയെന്ന് അറിയില്ല, സത്യാവസ്ഥ അറിയില്ല. പക്ഷെ അവൾ വന്നാലേ അറിയാൻ പറ്റും. അവൾക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. 5 ವರ್ಷದ ಬಾಲಕನನ್ನು ಥಳಿಸಿದ ಘಟನೆಯಲ್ಲಿ ರಾಜ್ಯ ಮಕ್ಕಳ ಹಕ್ಕುಗಳ ಆಯೋಗವು ಸ್ವಯಂ ಪ್ರೇರಿತವಾಗಿ ಪ್ರಕರಣ ದಾಖಲಿಸಿದೆ. ಪೊಲೀಸರಿಂದ ವಿವರವಾದ ವರದಿಯನ್ನು ಪಡೆಯಲಾಗುವುದು.
ಮಕ್ಕಳ ಹಕ್ಕುಗಳ ಆಯೋಗದ ಅಧ್ಯಕ್ಷ ಅಡ್ವೊಕೇಟ್ ಮನೋಜ್ ಕುಮಾರ್ ಅವರು ಜಿಲ್ಲಾ ಮಕ್ಕಳ ರಕ್ಷಣಾ ಅಧಿಕಾರಿಯಲ್ಲಿ ಘಟನೆ ಕುರಿತು ವಿವರವಾದ ವರದಿಯನ್ನು ತುರ್ತಾಗಿ ಸಲ್ಲಿಸುವಂತೆ ಆದೇಶ ನೀಡಿದ್ದಾರೆ. ವಿದ್ಯಾನಗರ ಪೊಲೀಸ್ ಠಾಣಾ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ತನ್ನ ಮಲತಂದೆ ಹಾಗೂ ತಾಯಿಯೊಂದಿಗೆ ವಾಸಿಸುತ್ತಿದ್ದ 6 ವರ್ಷದ ಬಾಲಕನ ಮೇಲೆ ಮಲತಂದೆಯಿಂದಾಗಿದೆ ಈ ಕ್ರೌರ್ಯ ನಡೆದಿರುವುದು. ನೆರೆಹೊರೆಯವರು ಥಳಿಸುವುದನ್ನು ಚಿತ್ರೀಕರಿಸಿ ಪೊಲೀಸರಿಗೆ ಕಳುಹಿಸಿದ್ದರು. ಬಳಿಕ ಮಗುವಿನ ತಂದೆಯ ದೂರಿನ ಮೇರೆಗೆ ಪೊಲೀಸರು ಮಲತಂದೆಯನ್ನು ಕರೆಸಿ ಪ್ರಕರಣ ದಾಖಲಿಸಿದರು. 4 ತಿಂಗಳ ಹಿಂದೆ ನ್ಯಾಯಾಲಯದ ಆದೇಶದಂತೆ ತಾಯಿಗೆ 3 ಮಕ್ಕಳ ರಕ್ಷಣೆಯ ಜವಾಬ್ದಾರಿಯನ್ನು ನೀಡಲಾಗಿತ್ತು. ಸುಮಾರು 3 ತಿಂಗಳಿನಿಂದ ಮಲತಂದೆ 6 ವರ್ಷದ ಬಾಲಕನನ್ನು ಕ್ರೂರವಾಗಿ ಥಳಿಸಿದ್ದಾನೆ ಎಂದು ಮಗುವಿನ ತಂದೆ ಹೇಳುತ್ತಿದ್ದಾರೆ. ಘಟನೆಯ ಬಳಿಕ ಪೊಲೀಸರು ತಂದೆಯ ಬಳಿ ಬಿಟ್ಟಿದ್ದ 6 ವರ್ಷದ ಬಾಲಕ ಪ್ರಸ್ತುತ ಕಾಸರಗೋಡು ಜನರಲ್ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಚಿಕಿತ್ಸೆ ಪಡೆಯುತ್ತಿದ್ದಾನೆ. ಅವನ ದೇಹದಾದ್ಯಂತ ಹೊಡೆತದ ಗಾಯದ ಗುರುತುಗಳಿವೆ. ಈ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಮಗುವಿಗೆ ಚಿಕಿತ್ಸೆ ನೀಡಲಾಗುತ್ತಿದೆ. ಪೊಲೀಸರು ದುರ್ಬಲ ವಿಭಾಗದ ಅಡಿಯಲ್ಲಿ ಪ್ರಕರಣ ದಾಖಲಿಸಿದ ಕಾರಣಕ್ಕಾಗಿ ಉನ್ನತ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳಿಗೆ ದೂರು ನೀಡುವುದಾಗಿ ತಂದೆ ಹೇಳಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ವಿಧಾನಸಭಾ ಚುನಾವಣೆಯೊಂದಿಗೆ ಹೊರಬರುತ್ತಿರುವ ಸಮೀಕ್ಷೆಗಳು ತಿರುಚಲ್ಪಟ್ಟಿವೆ ಎಂದು ವಿರೋಧ ಪಕ್ಷದ ಮುಖಂಡ ವಿಡಿ ಸತೀಶನ್ ಹೊರಬರುತ್ತಿರುವುದು ಪಾವತಿಸಿದ ಸಮೀಕ್ಷೆಗಳು ಎಂದು ವಿಡಿ ಸತೀಶನ್ ಆರೋಪಿಸಿದರು. ಎಸ್ಡಿಪಿಐ ಮತ ಬೇಡ ಎನ್ನುವುದು ಯುಡಿಎಫ್ ತೆಗೆದುಕೊಂಡ ನಿರ್ಧಾರ. ಅದರಲ್ಲಿ ಯಾವುದೇ ಬದಲಾವಣೆ ಇಲ್ಲ. ಎಸ್ಡಿಪಿಐ ಭಯೋತ್ಪಾದಕ ಸಂಘಟನೆ ಎಂದು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಹೇಳುತ್ತದೆ. ಕಪಟಿ ಎಂಬ ಹೆಸರು ಪಿಣರಾಯಿ ಆಗಿದೆಯೇ ಎಂದು ಕೇಳಬೇಕಿದೆ ಎಂದು ವಿಡಿ ಸತೀಶನ್ ಕಾಸರಗೋಡಿನಲ್ಲಿ ಹೇಳಿದರು. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ടിയ സർവേകളും പുറത്തു വരികയാണ്. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെൻറ്റ് ഇലക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, പാലക്കാട് ശ്രീ വി കെ ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകും എന്നാണ് സർവേ പറഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് MP ആണ് അവിടെ. ഇപ്രാവശ്യം 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ MP ആയത്. 2019 എറണാകുളത്ത് ശ്രീ ഹൈബി ഈഡൻ പരാജയപ്പെടുമെന്നും പി രാജീവ് അവിടെ ജയിക്കും എന്നുമാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ പറഞ്ഞത്. എറണാകുളത്ത് അന്നത്തെ റെക്കോർഡ്, ഹൈബി പിന്നെ റെക്കോർഡ് തിരുത്തി, ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 1,60,60,000 വോട്ടിനാണ് ഹൈബി ഈഡൻ ജയിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിൽ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. പല സർവേകളും, പ്രധാനപ്പെട്ട സർവേകളൊക്കെ, ഇപ്പോൾ വരുന്ന ഈ സർവേകളൊക്കെ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. 1,25,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ഈ സർവേകളിലൊന്നും ഒരു കാര്യമില്ല. ഇത് പലതും നമുക്കറിയാം തട്ടിക്കൂട്ടിയ സർവേകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന സർവേകളല്ല. ജനവികാരം കൃത്യമാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുമായി UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഒരു സംശയമില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒപ്പത്തിനൊപ്പമാണെന്നാണ്, ഇപ്പോൾ പുറകെ പോകുന്നല്ല, ഒപ്പത്തിനൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ മാർജിൻ LDFും UDFും തമ്മിലുണ്ട്. അത് ജനവികാരം നമുക്ക് തിരിച്ചറിയാം. ഞാൻ 125 നിയോജക മണ്ഡലങ്ങളിലും പോയ ആളാണ്, യാത്രയുമായി പോയ ആളാണ്. അതിനു മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ ജില്ലകളിലും പോയതാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും പോകുന്നത്. കഴിഞ്ഞ 6 മാസത്തിനകം 5 പ്രാവശ്യം എല്ലാ ജില്ലകളും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. പ്രധാനപ്പെട്ട എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 2-3 പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. ഇത് ജനവികാരം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായി അതിശക്തമായി നിൽക്കുന്നു. അതേ അവസരത്തിൽ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യ ചരിത്രത്തിലാദ്യമായി UDF വളരെ തയ്യാറെടുപ്പോടുകൂടി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യണം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുമായി ഗവേഷണതുല്യമായ പ്രവർത്തനങ്ങൾ നടത്തി നല്ല തയ്യാറെടുപ്പോടുകൂടി ഈ ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. വളരെ ഓൾട്ടർനേറ്റീവ് ബദൽ പദ്ധതികളുമായി എല്ലായിടത്തും കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന പദ്ധതികൾ. അതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വലിയ, നമ്മുടെ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ കഴിയുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി, അതുപോലെ 27 പദ്ധതികൾ കൊണ്ടുവരുന്ന ഏവിയേഷൻ പദ്ധതികൾ, എയർപോർട്ടുകളെ കൂട്ടിയിണക്കി, തൊഴിൽ സംരംഭ പദ്ധതി 10,000 സംരംഭങ്ങൾ തുടങ്ങുന്നു. അതുകൂടാതെ 5 ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചേർന്ന് സമഗ്രമായ തയ്യാറെടുപ്പോടുകൂടിയാണ് UDF വരുന്നത്. ജനങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ സർക്കാർ തുടരാൻ പാടില്ലെന്നും സർക്കാരിനെ താഴെ ഇറക്കണമെന്നും അതിന് പകരം വരുന്ന UDF ഗവൺമെൻറ് ഇവർ പരാജയപ്പെട്ട സ്ഥലത്ത് വിജയിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പിന്നെ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നുണ്ടപ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ. ഇന്നലെ വളരെ വിശ്വപൗരനായ ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീ ശശി തരൂരിനെ
വഴിയിൽ തടഞ്ഞ് ആക്രോശിച്ച് അദ്ദേഹത്തിൻ്റെ ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തും നമ്മുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയാണ് സംസ്ഥാനത്തുടനീളം. അത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇവരുടെ ചില പ്രയാസങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിലൊന്നും UDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. UDF ജീവിക്കുന്നത് ജനമനസ്സിലാണ്. നല്ല അംഗീകാരത്തോടു കൂടി UDF തിരിച്ചു വരും. ഇപ്പോൾ കണ്ടല്ലോ ഓരോരുത്തരുടെ മുഖങ്ങൾ വെളിവാവുകയല്ലേ. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDPയുടെ പിന്തുണയെക്കുറിച്ചും PDPയുടെ പിന്തുണയെക്കുറിച്ചും RSSൻ്റെ പിന്തുണയെക്കുറിച്ചും മൗനമാണ് പറയാൻ. ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി നിങ്ങൾ ഈ പാർട്ടിക്കാരനാണല്ലോ, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം വായിക്കണം. പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത് SDPI എക്സ്ട്രീം ഔട്ട്ഫിറ്റാണെന്നാണ്, തീവ്രവാദ സംഘടന എന്നാണ് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി വായിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു തരാം. പാർട്ടി കോൺഗ്രസ്സിലെ ആ ഖണ്ഡികയെ ഞാൻ അയച്ചു തരാം. SDPI തീവ്രവാദ സംഘടനയാണെന്ന് CPM പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച അവരുമായി കൂട്ടുചേർന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കാപട്യമോ നിന്റെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരവിടെ. പിന്നെ എന്തു പാർട്ടി കോൺഗ്രസ്സാണ്? എന്തു പാർട്ടിയാണ്? അപ്പോൾ ഇവിടെ എല്ലാ തീരുമാനവും എടുക്കും. അഖിലേന്ത്യാ കമ്മിറ്റിയൊക്കെ അതിൻ്റെ താഴെയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. BJP കണ്ടില്ലേ, ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ബിഷപ്പുമാരുടെ വീട്ടിലും പോകും. ಆರಿಕಾಡಿ ಪಾರೆಸ್ತಾನ ಪಾರೆ ಶ್ರೀ ಭಗವತಿ ಅಲಿ ಚಾಮುಂಡಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಕಳಿಯಾಟ ಮಹೋತ್ಸವದ ಅಂಗವಾಗಿ ಮಾನವ ಸೌಹಾರ್ದತೆಯ ಸಂದೇಶ ಸಾರುವ ಅಲಿ ಚಾಮುಂಡಿ ದೈವದ ನೇಮ ನಡೆಯಿತು. 30ರಂದು ಆರಂಭವಾದ ಕಳಿಯಾಟ ಮಹೋತ್ಸವ ಏಪ್ರಿಲ್ 6ರಂದು ಮುಕ್ತಾಯಗೊಳ್ಳಲಿದೆ. ಆರಿಕಾಡಿ ಪಾರಿಸ್ತಾನ ಪಾರೆ ಶ್ರೀ ಭಗವತಿ ಆಲಿ ಚಾಮುಂಡಿ ಕ್ಷೇತ್ರದಲ್ಲಿ ವಾರ್ಷಿಕ ಕಳಿಯಾಟ ಮಹೋತ್ಸವವು ಮಾರ್ಚ್ 30ರಂದು ಪ್ರಾರಂಭಗೊಂಡಿತು. ಕಳಿಯಾಟ ಮಹೋತ್ಸವದ ಪ್ರಯುಕ್ತ ನಡೆದ ಆಲಿ ಚಾಮುಂಡಿ ದೈವದ ನೇಮೋತ್ಸವವನ್ನು ನೋಡಲು ಭಕ್ತರು ಪಾರಿಸ್ತಾನಕ್ಕೆ ಆಗಮಿಸಿದರು. ಮತ ಸೌಹಾರ್ದತೆಯ ಸಂದೇಶ ಸಾರುವ ಆಲಿ ದೈವವು ಆಗಮಿಸಿದ ಭಕ್ತರಿಗೆ ಅಭಯಹಸ್ತ ನೀಡಿ ಅನುಗ್ರಹಿಸಿತು. ഈ കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് ആലിദൈവം തുടങ്ങി. നാളെയും ആലിദൈവമുണ്ട്. 6ാം താരീഖിൽ ആലിദൈവം പൂമുടി എല്ലാം ഒന്നിച്ചിട്ട് കൂടിയിട്ടാണ് കളിയാട്ടം സമാപ്തിയാകുന്നത്. അതുമാത്രമല്ല നമുക്കൊരു സന്തോഷത്തിലല്ലെങ്കിൽ ഞങ്ങളെ ഈ വർഷം എല്ലാ അച്ഛന്മാരും ഒന്നിച്ചിട്ട് കൂടി സേവ എടുക്കുന്നതിനകത്ത ഒരു മഹാൻ ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി, വരുന്ന ഭക്തന്മാർക്കും അതൊരു നല്ലൊരു സമയം അതിൽ കിട്ടി. പിന്നെ ഇന്നെ നല്ല ആൾക്കാർ നല്ല രീതിയിലും എല്ലാ ഭക്തന്മാരും നല്ല രീതിയിലും വന്നുകൊണ്ടുണ്ട്. എല്ലാം കളിയാട്ട മഹോത്സവം തുടങ്ങിയ മുതൽ കളിയാട്ട മഹോത്സവം സമാപ്തിയാകുന്ന ഒരു ദിവസം വരെ ക്ഷേത്രത്തിൽ അന്നദാനം എല്ലാ രീതിയിലും ഭോജന വ്യവസ്ഥ അതിഗാംഭീര്യമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ഭക്തന്മാർക്കും എന്തൊരു ബുദ്ധിമുട്ടില്ല രീതിയിൽ നല്ല രീതിയിൽ വീട്ടിൽ വരുന്ന ഭക്തന്മാർ കളിയാട്ട മഹോത്സവം നടക്കുന്നുണ്ട്. എന്തൊരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നു. 6ാം താരീഖിന് പൂമുടിയോട് കൂടി കളിയാട്ട മഹോത്സവം സമാപ്തിയാകും. എല്ലാ ജനങ്ങളും ഈ കളിയാട്ട മഹോത്സവത്തിൽ വന്നിട്ട് അമ്മൻ്റെ പ്രസാദം വാങ്ങി കൃതാർത്ഥരാണെന്ന് നമ്മുടെ 400 വില്ലി ദിയാസമാധാന പരമായിട്ട് എല്ലാവരോടും വിനീതമായിട്ട് കേട്ടോളൂ. പാറ ശ്രീ ഭഗവതി ആലിച്ചാമുണ്ടി ക്ഷേത്രത്തെ വാർഷിക കളിയാട്ട മഹോത്സവ അംഗമായി 30 താരീഖിന് ഭണ്ഡാര ക്ഷേത്രത്തിന് ഭണ്ഡാരമെന്ന് 31 താരീഖിന് കൊടിയേറി 6 താരീഖ് വരെ ഇവിടെ വിവിധ ധാർമ്മിക കാര്യക്രമങ്ങളും അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇടനീർ മഠാധീശനായ ശ്രീ സച്ചിദാനന്ദ സ്വാമിജികൾ ഇവിടെ വന്നിരുന്നു. അതുപോലെ തന്നെ ഈ കളിയാട്ട മഹോത്സവത്തിന് എല്ലാ ഭക്തജനത സഹകാരം എടുത്തുകൊണ്ട് നമ്മൾ ഈ കളിയാട്ട മഹോത്സവം നല്ല വിജൃംഭണം അതിൽ നടത്തണമെന്ന് നമ്മളെല്ലാവരും. ಕಳಿಯಾಟ ಮಹೋತ್ಸವದ ಪ್ರಯುಕ್ತ ಎಡನೀರು ಮಠದ ಪೀಠಾಧಿಪತಿಗಳಾದ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿಯವರು ಕ್ಷೇತ್ರಕ್ಕೆ ಭೇಟಿ ನೀಡಿದರು. ಇವಾಗ ನಮ್ಮ ಕ್ಷೇತ್ರಗಳೆಲ್ಲ ನಮ್ಮ ಧರ್ಮದ ಬಂಧುಗಳನ್ನು ಒಂದು ಮಾಡುವಂತಹ ಸಾಮರಸ್ಯದ ಕೇಂದ್ರಗಳು. ಹಾಗಿರುವಾಗ ಅಲ್ಲಿ ಕೆಲವೊಂದು ಭಿನ್ನಾಭಿಪ್ರಾಯಗಳು, ಕೆಲವೊಂದು ವಿಮರ್ಶೆಗಳು ಬಂದರೂ ಕೂಡ ಅದೆಲ್ಲ ದಯದಿಂದ ಅದೆಲ್ಲ ಬಗೆಹರಿದು ಮತ್ತೆ ಅಲ್ಲಿ ಸುಂದರವಾದಂತಹ ವಾತಾವರಣ ನಿರ್ಮಾಣ ಆಗ್ತದೆ ಅನ್ನೋದಕ್ಕೆ ಈ ಕ್ಷೇತ್ರವೇ ಸಾಕ್ಷಿ. ಅಂತಹ ಸಣ್ಣ ಪುಟ್ಟ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳಿದ್ದರೂ ಕೂಡ ಇವತ್ತು ಎಲ್ಲರೂ ಒಂದಾಗಿ ಇವತ್ತು ಬಹಳ ಸಂತೋಷದಿಂದ ಸಂಭ್ರಮದಿಂದ ಇವತ್ತು ಇಲ್ಲಿ ಈ ಗಳಿಯಾಟ ಮಹೋತ್ಸವ ಇವತ್ತು ನಡೀತಾ ಇದೆ. ಕ್ಷೇತ್ರದ ತಂತ್ರಿಗಳಂತಹ ಕಡಮನಾಯ ಮನೆತನದವರು ಇವತ್ತು ಇದನ್ನೆಲ್ಲ ನೆರವೇರಿಸಿಕೊಂಡಂತಹ ಶ್ರೀ ಸೀತಾರಾಮ ಕಡಮನಾಯ ಅವರ
ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಇದರೆಲ್ಲ ಧಾರ್ಮಿಕ ಪ್ರಕ್ರಿಯೆಗಳು ನಡೆದು ಇವತ್ತು ಕಲಿಯಾಟ ಮಹೋತ್ಸವ ನಡೀತಾ ಇದೆ. ಕೆ ಜಗದೀಶ್ ಪ್ರಸಾದ್, ಗಣೇಶ್ ಅರಮಂಗಾನಂ, ಸಂತೋಷ್ ಕುಂಬ್ಳೆ, ಸಜಿತ್ ಆರಿಕಾಡಿ, ದೀಪಕ್ ಕಾರ್ಲಾ, ನವೀನ್ ಕುಮಾರ್ ಆರಿಕಾಡಿ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಐತಿಹಾಸಿಕ ಪ್ರಸಿದ್ಧ ಪೈಕ ಮನವಾಟಿ ಬಿವಿ ಮಕಾಂ ಉರೂಸ್ ಆರಂಭಗೊಂಡಿತು. ಉರೂಸ್ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ಜೆಪಿ ಅಬ್ದುಲ್ಲಾ ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸಿದರು. 9 ದಿನಗಳ ಕಾಲ ನಡೆಯಲಿರುವ ಉರೂಸಿನಲ್ಲಿ ಧಾರ್ಮಿಕ ಪ್ರವಚನ ಸೇರಿದಂತೆ ವಿವಿಧ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿವೆ. ಐತಿಹಾಸಿಕ ಪೈಕಂ ಮನವಾಟಿ ಬಿವಿ ಮಕಾಂ ಉರೂಸ್ ಆರಂಭಗೊಂಡಿದೆ. ಶನಿವಾರ ಬೆಳಗ್ಗೆ ಪ್ರಾರಂಭಗೊಂಡ ಮಕಾಂ ಸಿಯಾರತಿಗೆ ಹಾಜಿ ಸೈಯದ್ ಮುಹಮ್ಮದ್ ತಂಗಲ್ ಮದನಿ ಚಾಲನೆ ನೀಡಿದರು. ಬಳಿಕ ಉರೂಸ್ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ಜೆಪಿ ಅಬ್ದುಲ್ಲಾ ಧ್ವಜಾರೋಹಣ ಮಾಡಿದರು. ಖಾಸಿ ಅಸಯ್ಯತ್ ಮುಹಮ್ಮದ್ ತಂಗಲ್ ಮದನಿ ಪ್ರಾರ್ಥನೆಗೆ ನೇತೃತ್ವ ನೀಡಿದರು. 9 ದಿನಗಳ ಉರುಸು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪ್ರಸಿದ್ಧ ವಾಗ್ಮಿಗಳು ಹಾಗೂ ಪಂಡಿತರು ಉಮರಾಗಳು ಭಾಗವಹಿಸಲಿದ್ದಾರೆ. ಸಮಾರಂಭದಲ್ಲಿ ಪಿಎಂ ಮುಹಮ್ಮದ್ ಕುಂಞಿ ಹಾಜಿ, ಬಿಎ ಅಬ್ದುಲ್ ರಜಾಕ್, ಒಪಿ ಹನೀಫಾ, ರಹೀಂ ಜಿಮ್ಮು, ಹನೀಫಾ ಅಲ್ ಅಮೀನ್, ಅಶ್ರಫ್ ಬಸ್ಮಲಾ, ಇಬ್ರಾಹಿಂ ಕೋಯರ್ ಕೊಚ್ಚಿ, ಅಬೂಬಕರ್ ಬಿಟಿಯಡ್ಕ, ರಹಮಾನ್ ಕಲ್ಲಾಯಂ, ಅಬ್ದುಲ್ ರಹಮಾನ್ ಹಾಜಿ, ಬಿಎ ಅಬ್ದುಲ್ ರಹಮಾನ್, ಕೆಎಂ ಹನೀಫಾ, ಕೆಇ ಅಶ್ರಫ್ ಹಮೀದ್ ಹಾಜಿ, ಅಶ್ರಫ್ ಬಿಎ, ಕೆಪಿ ಹಮೀದ್, ನವಾಜ್ ಕಲ್ಲಾಯಂ, ಬಿಕೆ ಬಶೀರ್, ಬಶೀರ್ ಮಾಸ್ಟರ್, ಇಬ್ರಾಹಿಂ ಕುಂಞಿಪಾರ, ಅಬೂಬಕರ್ ಕುಂಞಿಪಾರ, ತಸ್ಲೀಂ ಶರೀಫ್ ಬಿಟಿಯಡುಕ, ಶಂಸುದ್ದೀನ್ ಬಾವಾ, ಹಮೀದ್ ಕಾಸಿಂ ಉಪಸ್ಥಿತರಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಕೇರಳ ವಿಧಾನಸಭಾ ಚುನಾವಣೆಯ ಕಾವು ಏರುತ್ತಿದ್ದಂತೆ ಗಡಿನಾಡು ಮಂಜೇಶ್ವರದಲ್ಲಿ ಈ ಬಾರಿ ರಾಜಕೀಯ ಚಿತ್ರಣ ಕುತೂಹಲದ ಘಟ್ಟ ತಲುಪಿದೆ. ಇಲ್ಲಿನ ಸಾಂಪ್ರದಾಯಿಕ ತ್ರಿಕೋನ ಸ್ಪರ್ಧೆಯು ಹೊಸ ತಿರುವು ಪಡೆದುಕೊಂಡಿದ್ದು 2006ರ ಚುನಾವಣಾ ಫಲಿತಾಂಶ ಮರುಕಳಿಸುವ ಮುನ್ಸೂಚನೆಗಳು ದಟ್ಟುವಾಗುತ್ತಿದೆ. ಸ್ಥಳೀಯ ಅಭ್ಯರ್ಥಿಗಳ ನಡುವೆ ಬಿರುಸಿನ ಪೈಪೋಟಿ. ಈ ಬಾರಿಯ ವಿಶೇಷವೆಂದರೆ ಯುಡಿಎಫ್ ಹಾಗೂ ಎಲ್ಡಿಎಫ್ ಎರಡೂ ರಂಗಗಳು ಸ್ಥಳೀಯ ಅಭ್ಯರ್ಥಿಗಳನ್ನೇ ಕಣಕ್ಕಿಳಿಸಿರುವುದು. ಇದು ಮತದಾರರಲ್ಲಿ ಹೊಸ ಚರ್ಚೆಯನ್ನು ಹುಟ್ಟುಹಾಕಿದೆ. ಎಲ್ಡಿಎಫ್ ಅಭ್ಯರ್ಥಿ ಕೆಆರ್ ಜಯಾನಂದ ಅವರು ಪ್ರಚಾರದಲ್ಲಿ ಸದ್ಯ ಮುಂಚೂಣಿಯಲ್ಲಿದ್ದು ಸ್ಥಳೀಯತೆ ಹಾಗೂ ಅಭಿವೃದ್ಧಿಯ ಮಂತ್ರವನ್ನು ಜಪಿಸುತ್ತಿದ್ದಾರೆ. ಪ್ರಚಾರದ ವೇಳೆ ಮಾತನಾಡುತ್ತಿರುವ ಜಯಾನಂದ ಅವರು 2006ರಲ್ಲಿ ಸಿಎಚ್ ಕುಂಞಂಬು ಅವರು ಸಾಧಿಸಿದ ಐತಿಹಾಸಿಕ ಗೆಲುವನ್ನು ಈ ಬಾರಿ ತಾವು ಪುನರಾವರ್ತಿಸುವುದಾಗಿ ವಿಶ್ವಾಸ ವ್ಯಕ್ತಪಡಿಸಿದ್ದಾರೆ. ಕಳೆದ 10 ವರ್ಷಗಳಲ್ಲಿ ಪಿಣರಾಯಿ ವಿಜಯನ್ ನೇತೃತ್ವದ ಎಡರಂಗ ಸರ್ಕಾರ ಮಾಡಿದ ಜನಪರ ಸಾಧನೆಗಳು ಹಾಗೂ ಅಭಿವೃದ್ಧಿ ಕೆಲಸಗಳೇ ತಮ್ಮ ಗೆಲುವಿಗೆ ಶ್ರೀರಕ್ಷೆಯಾಗಲಿದೆ ಎಂಬುದು ಅವರ ನಂಬಿಕೆ. ಮಂಜೇಶ್ವರದ ಈ ಬಾರಿಯ ಕದನದಲ್ಲಿ ಕೆಲವು ಅಚ್ಚರಿಯ ಬೆಳವಣಿಗೆಗಳು ಕಂಡುಬರುತ್ತಿವೆ. ಯುಡಿಎಫ್ಗೆ ಸಾಂಪ್ರದಾಯಿಕವಾಗಿ ಹೋಗುತ್ತಿದ್ದ ಮತಗಳಲ್ಲಿ ಈ ಬಾರಿ ಒಡಕು ಕಾಣುವ ಸಾಧ್ಯತೆ ಇದೆ. ಎಸ್ಡಿಪಿಐ ಕಾರ್ಯಕರ್ತರು ಈ ಬಾರಿ ಎಲ್ಡಿಎಫ್ಗೆ ಬೆಂಬಲ ನೀಡುವ ಇಂಗಿತ ವ್ಯಕ್ತಪಡಿಸಿರುವುದು ಚುನಾವಣಾ ಫಲಿತಾಂಶದ ಮೇಲೆ ದೊಡ್ಡ ಪ್ರಭಾವ ಬೀರಬಹುದು ಎನ್ನಲಾಗುತ್ತಿದೆ. ಬಿಜೆಪಿ ತನ್ನ ಭದ್ರಕೋಟೆಯನ್ನು ಉಳಿಸಿಕೊಳ್ಳಲು ಹರಸಾಹಸ ಪಡುತ್ತಿದ್ದರೆ ಯುಡಿಎಫ್ ತನ್ನ ಪಾರಮ್ಯವನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಲು ಯತ್ನಿಸುತ್ತಿದೆ. ಆದರೆ ಎಡರಂಗದ ಚುರುಕಿನ ಪ್ರಚಾರ ಈ ಎರಡೂ ಪಕ್ಷಗಳಿಗೆ ನಡುಕ ಹುಟ್ಟಿಸಿರುವುದು ಸುಳ್ಳಲ್ಲ. ಸದ್ಯದ ಮಂಜೇಶ್ವರ ಟ್ರೆಂಡ್ ಗಮನಿಸಿದರೆ ಮತದಾರರು ಅಭಿವೃದ್ಧಿ ಹಾಗೂ ಸ್ಥಳೀಯ ನಾಯಕತ್ವಕ್ಕೆ ಮನ್ನಣೆ ನೀಡುವಂತೆ ಕಾಣುತ್ತಿದೆ. ಕೆಆರ್ ಜಯಾನಂದ ಅವರ ಪರವಾಗಿ ಬೀಸುತ್ತಿರುವ ಗಾಳಿಯು ಎಡರಂಗಕ್ಕೆ ದಶಕಗಳ ಬಳಿಕ ಮಂಜೇಶ್ವರದ ಗದ್ದುಗೆಯನ್ನು ಮರಳಿ ನೀಡುತ್ತದೆಯೇ ಎಂಬುದು ಇಡೀ ರಾಜ್ಯಕ್ಕೆ ಕುತೂಹಲಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ഇത് ഞാൻ നിൽക്കുന്നത് ഏറ്റവും പ്രസിദ്ധമായ ഉദ്യാവറ ആയിര ജമാഅത്ത് പ്രദേശത്താണ്. ഈ ആയിര ജമാഅത്ത് ഉദ്യാവറ മാടമ്പലത്തിന് ഒരു ബന്ധമുണ്ട്. അത് ഇന്നുണ്ടായ ബന്ധങ്ങളൊന്നല്ല, ശേഖമാറ കാലത്തുണ്ടായി എന്നാണ് പറയുന്നത്. മാട ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഉത്സവമാണ് മാട ഉത്സവം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജുമാ മസ്ജിദ് കൂടിയാണ് ഈ ആയിര ജമാഅത്ത്. ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് ചോദിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ബന്ധപ്പെടാണ് ഈ പള്ളി അംഗങ്ങൾക്ക് പറയാൻ സാധിച്ചത്. 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്നതിൻ്റെ വെളിച്ചം. മഞ്ചേശ്വർ മണ്ഡലം കഴിഞ്ഞ കുറേ കാലമായി വർഗീയം പറഞ്ഞുകൊണ്ടാണ് BJPയും
മുസ്ലിം ലീഗും ഇവിടെ വോട്ട് കൊടുക്കുന്നത്. ഈ പ്രോസസ് അവസാനത്തെ മിനുക്ക് പണി BJP ചെയ്തതും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുകയുമാണ്. അത് നടക്കില്ല എന്നതാണ്. പയ്യോളിക്ക് ഗ്രാമപഞ്ചായത്തിൽ ലീഗ്, BJP, കോൺഗ്രസ് ഒക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പങ്കിട്ടത്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടായില്ല. ലീഗ് നേതൃത്വം നൽകിയത് AK മസ്റഫും BJPയുടെ ജില്ലാ നേതാവാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ നാടാണ് നമ്മുടെ നാട്. മത സൗഹാർദ്ദം മാത്രമല്ല, മനുഷ്യരായി കാണുന്ന നാടാണ് നമ്മുടെ നാട്. ഇവിടെ കഷ്ടം വന്നാൽ മുസ്ലിം ഹിന്ദു നോക്കാതെ സഹിക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടുകാർ. ഇവിടെ ഒരു മതസൗഹാർദ്ദ നാട് എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കുന്നതാണ്. ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട്, സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 ദിവസമായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ഞാൻ പിറന്നു വീണ മണ്ണാണ് ഈ ഉദ്യാവര മണ്ണ്. ഈ മാടനാടാണ് എൻ്റെ ജീവിതവും. എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയെത്തിയത് ഈ മാടപ്രദേശത്താണ്. ഈ മാടത്തിൻ്റെ ഈ വെല്ലപ്പള്ളിൻ്റെ എല്ലാ ഒറുക്കാണ് എന്ന് പറയുന്നത്. ആ എല്ലാ ഒറുക്കിൽ ഞാൻ പാളുകൊണ്ടെന്ന് എല്ലാം പുറത്തുനിന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുകാരെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ നാട്ടുകാരെ കാണുന്നത്. ഉറപ്പായി ഈ നാട്ടുകാരെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം സംബന്ധിച്ച് അതൊരു സമയത്ത് ഇടപെട്ട് നടത്തി അവർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ. ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಉದ್ಯಾವರ್, ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರ. ವಿವಿಧ ರಾಜ್ಯಗಳಲ್ಲಿ ಯಶಸ್ವಿಯಾಗಿ ಜಾರಿಗೆ ತಂದಿರುವ ಇಂದಿರಾ ಗ್ಯಾರಂಟಿಯನ್ನು UDF ನಿಯಂತ್ರಿತ ಹೊಸ ಸರ್ಕಾರ ಅಧಿಕಾರಕ್ಕೆ ಬಂದ ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಜಾರಿಗೆ ತರಲಾಗುವುದು ಎಂದು ಕರ್ನಾಟಕದ ಅಲ್ಪಸಂಖ್ಯಾತ ಕಲ್ಯಾಣ ಹಾಗೂ ವಸತಿ ಸಚಿವ BZ ಸಮೀರ್ ಅಹ್ಮದ್ ಖಾನ್ ಹೇಳಿದರು. UDF ಅಭ್ಯರ್ಥಿ ಸಂದೀಪ್ ವಾರಿಯರ್ ಅವರ ಚೆರುವತ್ತೂರು ಪಂಚಾಯತ್ ಮತ ಪ್ರಚಾರವನ್ನು ಅಚ್ಚಮತುರುತಿಯಲ್ಲಿ ಉದ್ಘಾಟಿಸಿ ಅವರು ಮಾತನಾಡುತ್ತಿದ್ದರು. ಕ್ಷೇತ್ರದ ಬಹುತೇಕ ಪಂಚಾಯಿತಿಗಳು ಹಾಗೂ ನೀಲೇಶ್ವರ ನಗರಸಭೆಯ ಪ್ರವಾಸವನ್ನು ಈಗಾಗಲೇ ಪೂರ್ಣಗೊಳಿಸಿರುವ ಸಂದೀಪ್ ವಾರಿಯರ್ ಅವರ ಮತಪ್ರಚಾರಕ್ಕೆ ಚೆರುವತ್ತೂರು ಪಂಚಾಯಿತಿನ ವಿವಿಧ ಕೇಂದ್ರಗಳಲ್ಲಿ ಆತ್ಮೀಯ ಸ್ವಾಗತ ದೊರೆಯಿತು. ಯುವಕರು, ಮಹಿಳೆಯರು, ವಯಸ್ಕರು ಹಾಗೂ ವಿದ್ಯಾರ್ಥಿಗಳು ಅಭ್ಯರ್ಥಿ ಸಂದೀಪ್ ವಾರಿಯರ್ ಅವರನ್ನು ಸಂಭ್ರಮದಿಂದ ಸ್ವಾಗತಿಸಿದರು. ಕೊಂದೆ ಹೂವಿನ ಹೂಗುಚ್ಛವನ್ನು ನೀಡಿ ಸಂಗೀತ ವಾದ್ಯಗಳೊಂದಿಗೆ ಬರಮಾಡಿಕೊಂಡರು. ಅಚ್ಚಂತುರುತಿ ಪಾಲಿಚೋನ್ ಜಂಕ್ಷನ್ನಲ್ಲಿ ನಡೆದ ಪಂಚಾಯತ್ ಮಟ್ಟದ ಪ್ರವಾಸವನ್ನು ಕರ್ನಾಟಕ ರಾಜ್ಯ ಅಲ್ಪಸಂಖ್ಯಾತ ಕಲ್ಯಾಣ ಹಾಗೂ ವಸತಿ ಸಚಿವ BZ ಸಮೀರ್ ಅಹ್ಮದ್ ಖಾನ್ ಉದ್ಘಾಟಿಸಿದರು. UDF ಚೆರುವತ್ತೂರು ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಪೊರಹಿಕ್ ಮೊಹಮ್ಮದ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ಮಹಿಳಾ ಕಾಂಗ್ರೆಸ್ ರಾಜ್ಯ ಅಧ್ಯಕ್ಷೆ JB ಮ್ಯಾಥರ್ ಮುಖ್ಯ ಭಾಷಣ ಮಾಡಿದರು. DCC ಅಧ್ಯಕ್ಷ PK ಫೈಸಲ್, ಕ್ಷೇತ್ರದ UDF ಅಭ್ಯರ್ಥಿ AGC ಬಶೀರ್, ಜನರಲ್ ಕನ್ವೀನರ್ ಅಡ್ವೊಕೇಟ್ KK ರಾಜೇಂದ್ರನ್, ಸೇವಾದಳ್ ರಾಜ್ಯ ಅಧ್ಯಕ್ಷ ರಮೇಶನ್ ಕರ್ವಚ್ಚೇರಿ, DCC ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದ KV ಸುಧಾಕರನ್, KP ಪ್ರಕಾಶನ್, ಮುಸ್ಲಿಂ ಲೀಗ್ ಜಿಲ್ಲಾ ಕಾರ್ಯದರ್ಶಿ TCA ರೆಹಮಾನ್, UDF ಚೆರುವತ್ತೂರು ಪಂಚಾಯತ್ ಸಂಚಾಲಕ DM ಸುಕುಮಾರನ್, ಮಹಿಳಾ ಕಾಂಗ್ರೆಸ್ ಜಿಲ್ಲಾಧ್ಯಕ್ಷೆ ಮಿನಿ ಚಂದ್ರನ್, ಮಡಿಯನ್ ಉನ್ನಿಕೃಷ್ಣನ್, V ಕೃಷ್ಣನ್ ಮಾಸ್ಟರ್, K ಶ್ರೀಧರನ್ ಮಾಸ್ಟರ್, ಅಶ್ರಫ್ ಪಳ್ಳಿಕಂಡ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ഒരു പ്രവചനം പോലെ പറഞ്ഞത് തൃക്കരിപ്പൂർ ഇത്രയും കാലം ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ വന്ന് കാലുകുത്തിയ നിമിഷം മുതൽ ഏതാണ്ട് ഇന്നലെ കഴിയുമ്പോഴേക്ക് അന്ന് അങ്ങനെ അഭിപ്രായം പറഞ്ഞ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നിരീക്ഷകരായ സുഹൃത്തുക്കളുടെയും ഒക്കെ അഭിപ്രായം ഇപ്പോൾ മാറിയിരിക്കുന്നു. പക്ഷെ അവരെല്ലാവരും പറഞ്ഞ തൃക്കരിപ്പൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നാണ്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു 4 ദിവസം കൂടി കഴിയുമ്പോഴേക്ക് ഈ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ അഭിപ്രായം ഇനിയും മാറും. തൃക്കരിപ്പൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല, മറിച്ച് ഐക്യജനാധിപത്യം മുന്നിൽ വിജയിക്കാൻ പോവുകയാണെന്നുള്ള അഭിപ്രായം കൂടി ഇവർ പറയാൻ പോവുകയാണ്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರುವತ್ತೂರು. ಆಟೋ ರಿಕ್ಷಾ ಕಾರ್ಮಿಕರ ಯೂನಿಯನ್ CITU ತ್ರಿಕರಿಪುರ ಏರಿಯಾ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ಕಾರ್ಮಿಕ ಸಂಗಮ ಹಾಗೂ LDF ಅಭ್ಯರ್ಥಿ ಡಾಕ್ಟರ್ VPP ಮುಸ್ತಫಾ ಅವರಿಗೆ ಸ್ವಾಗತ ಸಮಾರಂಭ ನಡೆಯಿತು. CITU ಜಿಲ್ಲಾ ಉಪಾಧ್ಯಕ್ಷ ಕಾತಾಡಿ ಕುಮಾರನ್ ಉದ್ಘಾಟಿಸಿದರು. ಕಾಲಿಕಡವು ಸಿ ಕೃಷ್ಣನಾಯರ್ ಮಂದಿರದಲ್ಲಿ ನಡೆದ ಕಾರ್ಮಿಕರ ಸಂಗಮವನ್ನು CITU ಜಿಲ್ಲಾ ಉಪಾಧ್ಯಕ್ಷ ಕಾತಾಡಿ ಕುಮಾರನ್ ಉದ್ಘಾಟಿಸಿದರು. സാമ്പത്തിക നയത്തിനെതിരായി എത്ര സമരം നമ്മൾ നടത്തി. ആ സമരങ്ങൾ നടത്തുമ്പോൾ പല ആളുകളും നമ്മളോട് നിങ്ങൾ ഇതിനെതിരായി സമരം നടത്തുന്നതല്ലാതെ നിങ്ങൾക്ക് ഇതിന് ബദലുണ്ടോ എന്ന് ചോദിക്കാറ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള ബദലാണ് കേരളത്തിലെ ഗവൺമെന്റ്. എത്രയധികം സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. പറഞ്ഞു തന്നാൽ കേരളം
ഈ 2031 ആകുമ്പോഴേക്കും കേരളം വലിയ സാമ്പത്തിക രാജ്യങ്ങളെ പോലെ ഉള്ള ഒരു പ്രദേശം സംസ്ഥാനമായി കേരളത്തെ മാറ്റും സമ്പദ്ഘടനയിൽ. ತ್ರಿಕರಿಪುರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದ LDF ಅಭ್ಯರ್ಥಿ ಡಾಕ್ಟರ್ ವಿಪಿಪಿ ಮುಸ್ತಫಾ ಅವರನ್ನು ಬಹುಮತದಿಂದ ಗೆಲ್ಲಿಸಲು ಎಲ್ಲ ಕಾರ್ಮಿಕರು ಮುಂದೆ ಬರಬೇಕೆಂದು ಕಾರ್ಮಿಕ ಸಂಗಮ ಕರೆ ನೀಡಿತು. ಏರಿಯಾ ಅಧ್ಯಕ್ಷ ಕೆ ಬಾಲಚಂದ್ರನ್ ಸಭೆಯ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ಆಟೋ ಕಾರ್ಮಿಕರ ಯೂನಿಯನ್ CATU ಜಿಲ್ಲಾಧ್ಯಕ್ಷ PA ರೆಹಮಾನ್, ಏರಿಯಾ ಕೋಶಾಧಿಕಾರಿ KV ಬಾಬು, ಪಿಲಿಕೋಡು ಪಂಚಾಯತ್ ಕಾರ್ಯದರ್ಶಿ VP ರಾಜೀವನ್, ಏರಿಯಾ ಕಾರ್ಯದರ್ಶಿ P ಶುಭಾಷ್ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. എല്ലാ മനുഷ്യരും തുല്യതയോടുകൂടി ജീവിക്കണം, അങ്ങനെ ഒരു അന്തസ്സായ സമൂഹം ഉണ്ടാകണം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് വോട്ടിനിട്ട് തോൽപ്പിക്കാൻ പറ്റുന്നതല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ഉയർന്ന മാനവിക മൂല്യങ്ങളുമായി ലോകമാകെ നിലനിൽക്കുന്നതാണ്. പക്ഷെ എന്നിട്ടും കേരളത്തിൽ ഇടതുപക്ഷം പറയുന്നു 3ാം വട്ടവും കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണം. അതെന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ജീവിക്കുന്നത് പോലെ അധ്വാനിച്ച് അതിന്റെ വരുമാനം വാങ്ങിച്ച് അവനവന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് അന്തസ്സായി ജീവിക്കാൻ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ മറ്റേത് സ്റ്റേറ്റിന് കഴിയും? ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്ത് സാധിക്കും? ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಿರುವತ್ತೂರ್. ಕಾಸರಗೋಡಿನ ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ VD ಸತೀಶನ್ ಕೋಪಗೊಂಡರು. ವಯನಾಡು ಫಂಡ್ ಹಾಗೂ ಜಮಾಅತ್ ಇಸ್ಲಾಮಿ ಸಂಪರ್ಕದ ಬಗ್ಗೆ ಕೇಳಿದಾಗ VD ಸತೀಶನ್ ಸಿಟ್ಟುಗೊಂಡರು. ഒരു അഭിമുഖം ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്കുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്ന് പറയുന്നത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ധനലക്ഷ്മി ബാങ്കിലാണ് തിരുവനന്തപുരത്തെ അക്കൗണ്ട് ഉള്ളത്. ധനലക്ഷ്മി ബാങ്കിൽ വന്ന തുക ഉപയോഗിച്ച് ഭൂമി വാങ്ങി. പക്ഷേ ഭൂമി വാങ്ങാൻ മതിയായ തുക അതിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലേ? അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോജക്റ്റിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്ന എപ്പോഴാണ്? ആ പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ അവിടെ ഞങ്ങൾ സ്ഥലം മേടിച്ച് അവിടെ കെട്ടിടം പണിത് പ്രോജക്റ്റ് തീർന്നു കഴിയുമ്പോൾ കണക്ക് പറയും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിൻ്റെ കണക്ക് പറഞ്ഞില്ല. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ പയ്യന്നൂരിൽ പൈസ എടുത്തിട്ട് MLAയുടെ നേതൃത്വത്തിൽ, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈസ മുഴുവൻ അടിച്ചു മാറ്റി. ആ പാവപ്പെട്ട അഭിമന്യുവിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചു കഴിഞ്ഞിട്ട് അത് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് വലിയ പോസ്റ്റിൽ വെച്ചു. ഇവിടെ പയ്യന്നൂർ അത് ചോദ്യം ചെയ്ത ആളെ പുറത്താക്കി, കട്ടവനെ ഉള്ളിൽ വെച്ചു. ഇതാണ് CPM. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും. പാവപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഇപ്പൊ അഭിമന്യുവിനെ SDPIക്കാർ കൊന്നാണ് ദേശാഭിമാനി പത്രത്തിലും കൈരളിയിലൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റ മകനെ എൻ്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്കു പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ് ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോൾ ചങ്കു പൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്. എൻ്റെ റാസാവേ, ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല. ഇതാണ് പരിപാടി. കയ്യിലേക്ക് മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കില്ല. അത് മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യില്ല. മനസ്സിലായോ? ಶಾಲಾ ರಾಷ್ಟ್ರೀಯ ಸೇವಾ ಯೋಜನೆಯ ಅತ್ಯುತ್ತಮ ಘಟಕವಾಗಿ GM UPS ಪಳ್ಳಿಕರ ಶಾಲೆಯು ಆಯ್ಕೆಯಾಗಿದೆ. ಜಿಲ್ಲೆಯ 30 ಪ್ರೌಢಶಾಲೆಗಳಲ್ಲಿ GM UPS ಶಾಲೆ ಪಳ್ಳಿಕರ ಈ ಅತ್ಯುತ್ತಮ ಯಶಸ್ಸನ್ನು ತನ್ನದಾಗಿಸಿಕೊಂಡಿದೆ. ಕಿರುಚಿತ್ರ ನಿರ್ಮಾಣ, ಶಾಲೆಗಳು ಹಾಗೂ ಸಾರ್ವಜನಿಕ ಸ್ಥಳಗಳಲ್ಲಿ ತೋಟಗಾರಿಕೆ, ಬಾಳೆಗಿಡ ವಿತರಣೆ, ಸೋಪ್, ಪೇಪರ್ ಪೆನ್ ಉತ್ಪಾದನೆ, ಮಾದಕ ದ್ರವ್ಯ ವಿರೋಧಿ ಜಾಗೃತಿ ಕಾರ್ಯಕ್ರಮಗಳು, ನೈರ್ಮಲ್ಯ ಜಾಗೃತಿ, ಉಚಿತ ಕಣ್ಣಿನ ತಪಾಸಣೆ ಶಿಬಿರ, ಸಾಂತ್ವನ ಸ್ಪರ್ಶ ಸೇರಿದಂತೆ ವಿವಿಧ ಕಾರ್ಯಕ್ರಮಗಳನ್ನು GM UPS ಪಳ್ಳಿಕರ ಈ ವರ್ಷ ಜಾರಿಗೆ ತಂದಿದೆ. 2022ರಲ್ಲಿ ಪ್ರಾರಂಭವಾದ ಶಾಲಾ ರಾಷ್ಟ್ರೀಯ ಸೇವಾ ಯೋಜನೆಯು ಪ್ರತಿ ವರ್ಷ ದೀರ್ಘಾವಧಿಯ ದೃಷ್ಟಿಕೋನದಿಂದ ಅತ್ಯುತ್ತಮ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನಡೆಸುತ್ತಿದೆ. ವಿದ್ಯಾರ್ಥಿಗಳಲ್ಲಿ ಸಾಮಾಜಿಕ ಬದ್ಧತೆ, ಸೇವಾ ಮನೋಭಾವವನ್ನು ಬೆಳೆಸುವ ದೃಷ್ಟಿಯಲ್ಲಿ ಈ ಯೋಜನೆ ಉತ್ತಮ ಯಶಸ್ಸನ್ನು ಕಂಡಿದೆ.
ಶಾಲಾ ರಾಷ್ಟ್ರೀಯ ಸೇವಾ ಯೋಜನೆಯ ಸಂಯೋಜಕ KVGG ಕಾರ್ಯಕ್ರಮವನ್ನು ಮುನ್ನಡೆಸುತ್ತಿದ್ದಾರೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಅತ್ಯುತ್ತಮವಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸಿದ ಘಟಕವನ್ನು 3 ತೀರ್ಪುಗಾರರು ಆಯ್ಕೆ ಮಾಡಿದರು. ತೀರ್ಪುಗಾರರ ಜೊತೆಗೆ ಸರ್ಕಾರಿ ಅಂಧ ಶಾಲೆಯಲ್ಲಿ ನಡೆದ ಪರಿಶೀಲನಾ ಸಭೆಯಲ್ಲಿ ಜಿಲ್ಲಾ ಸಮಿತಿಯ ಸದಸ್ಯರು, ಡಯಟ್ ಪ್ರಾಂಶುಪಾಲರು, SSK DPC, ಜಿಲ್ಲಾ ಶಿಕ್ಷಣ ಅಧಿಕಾರಿಗಳು, ಬೇಕಲ್ ಉಪಜಿಲ್ಲಾ ಶಿಕ್ಷಣಾಧಿಕಾರಿ, ಕಾಸರಗೋಡು ಉಪಜಿಲ್ಲಾ ಶಿಕ್ಷಣಾಧಿಕಾರಿ, ಶಾಲಾ ರಾಷ್ಟ್ರೀಯ ಸೇವಾ ಯೋಜನೆಯ ಜಿಲ್ಲಾ ಸಂಯೋಜಕರು ಮುಂತಾದವರು ಭಾಗವಹಿಸಿದ್ದರು. PTA ಆಯೋಜಿಸಿದ್ದ ಮೆಚ್ಚುಗೆ ಸಭೆಯಲ್ಲಿ ಬೇಕಲ್ AEO K ಸುರೇಂದ್ರನ್ ಉಡುಗೊರೆಗಳನ್ನು ವಿತರಿಸಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಕೊನೆಗೆ ಮತ್ತೊಮ್ಮೆ ಮುಖ್ಯಾಂಶಗಳು. ಬಾಲಕನ ಮೇಲೆ ಮಲತಂದೆ ಅಮಾನುಷವಾಗಿ ಥಳಿಸಿದ್ದ ಘಟನೆಯಲ್ಲಿ ಪೊಲೀಸರ ವಿರುದ್ಧ ತಂದೆಯ ಆರೋಪ. ಪ್ರಕರಣ ಕೈಗೆತ್ತಿಕೊಂಡ ಮಕ್ಕಳ ಹಕ್ಕುಗಳ ಆಯೋಗ. ವಿಧಾನಸಭಾ ಚುನಾವಣೆಯೊಂದಿಗೆ ಹೊರಬರುತ್ತಿರುವ ಸಮೀಕ್ಷೆಗಳು ತಿರುಚಲ್ಪಟ್ಟಿವೆ. SDPI ಮತಬೇಡ ಎನ್ನುವುದು UDF ತೆಗೆದುಕೊಂಡ ನಿರ್ಧಾರ. ಅದರಲ್ಲಿ ಯಾವುದೇ ಬದಲಾವಣೆ ಇಲ್ಲ. ವಿರೋಧ ಪಕ್ಷದ ಮುಖಂಡ VD ಸತೀಶನ್ ಹೇಳಿಕೆ. ನಡೆಯಿತು ಮಾನವ ಸೌಹಾರ್ದತೆಯ ಸಂದೇಶ ಸಾರುವ ಆಲಿಚಾಮುಂಡಿ ದೈವದ ನೇಮ. ಆರಿಕಾಡಿ ಪಾರೆಸ್ಥಾನ ಪಾರೆ ಶ್ರೀ ಭಗವತಿ ಆಲಿಚಾಮುಂಡಿ ಕ್ಷೇತ್ರದಲ್ಲಿ ಕಳಿಯಾಟ ಮಹೋತ್ಸವದ ಅಂಗವಾಗಿ ಐತಿಹಾಸಿಕ ಪ್ರಸಿದ್ಧ ಪೈಕ ಮನವಾಟಿ BV ಮಕಾಂ ಉರೂಸ್ ಅದ್ದೂರಿಯ ಚಾಲನೆ. ಉರೂಸ್ ಸಮಿತಿ ಅಧ್ಯಕ್ಷ JP ಅಬ್ದುಲ್ಲಾ ಧ್ವಜಾವರೋಹಣದೊಂದಿಗೆ ಉರೂಸ್ ಉದ್ಘಾಟನೆ. ಕೇರಳ ವಿಧಾನಸಭಾ ಚುನಾವಣೆಯ ಕಾವು ಏರುತ್ತಿದ್ದಂತೆ ಗಡಿನಾಡು ಮಂಜೇಶ್ವರದಲ್ಲಿ ಈ ಬಾರಿ ಕುತೂಹಲದ ರಾಜಕೀಯ ಚಿತ್ರಣ. 2006ರ ಚುನಾವಣಾ ಫಲಿತಾಂಶ ಮರುಕಳಿಸುವ ಮುನ್ಸೂಚನೆಗಳು. ಇಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯವಾಯಿತು. ಮುಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆಯೊಂದಿಗೆ ಮತ್ತೆ ಭೇಟಿಯಾಗೋಣ. ವಂದನೆಗಳು.